ഈ ചെടിയെ നിങ്ങൾക്കറിയോ? ഇതാണ് കൊടുതൂവ അല്ലെങ്കിൽ ചൊറിയണം എന്നും പറയും. കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാമെന്ന് കേട്ടതോടെ ഇതൊന്ന് പറിച്ച് ഉപ്പേരി വെച്ചാലോ എന്നൊരാലോചന. പിന്നെ ഒന്നും നോക്കിയില്ല. കത്രികയും മുറവും എടുത്ത് നേരെ പറമ്പിലോട്ട് വിട്ടു. ഇവിടെ തോരനാണ് കേട്ടോ ഉപ്പേരി എന്ന് പറയുന്നത്. കുറച്ച് നല്ല ഇലകൾ നോക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കൊടുതൂവ തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് ഈ ഇല നന്നായി കഴുകിയെടുക്കണം. ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം. ഇനി നേരത്തെ മുറിച്ചിട്ട് വെച്ചിരിക്കുന്ന ഇലയിലോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. അടി പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടി പിടിക്കുന്നുള്ള ടെൻഷൻ വേണ്ട. നമ്മളിപ്പോൾ ചീനച്ചട്ടിയിലായതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ മാക്സിമം കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, മഞ്ഞൾ, ജീരകം എന്നിവ ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. ശേഷം നമ്മുടെ തോരനിലോട്ട് ഇതിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ ഒന്ന് വേവിച്ചാൽ നമ്മുടെ തോരൻ റെഡി.